ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. എൻട്രി എടുക്കാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് കഴിയും. കാരണം മാർക്കറ്റിൻ്റെ ബ്രേക്ക്ഔട്ട് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് എൻട്രി കിട്ടും. പക്ഷേ എക്സിറ്റ് അറിയാതെ നമുക്ക് ഒരുപാട് ലോസ് പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സോഫ്റ്റ്വെയറിലൂടെ, അതായത് ഒരു കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമുക്ക് ട്രേഡിങ്ങിലൂടെ നേടാൻ കഴിയുന്നത്, അതേപോലെ പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രിയും എക്സിറ്റും നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു ട്രേഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഓപ്ഷൻസിൻ്റെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ഓപ്ഷൻസ് മാത്രമല്ല, നമുക്ക് സ്റ്റോക്കിനും അതേപോലെ തന്നെ നമുക്ക് NSE അതേപോലെ MCX ഫോറക്സ് അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതിൽ ടെക്നിക്കൽ നോളജൊന്നും ആവശ്യമില്ല. നമുക്ക് ഒരുപാട് ടഫായിട്ടുള്ള ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി അല്ല, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് നമുക്കൊരു കളർ കോമ്പിനേഷൻ ആയിട്ട് സെറ്റ് ചെയ്യുന്ന സൈഡ് വേസ് ആക്യുറസിയാണ് 80-90% നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുമുണ്ട്. ഓക്കെ, അപ്പം എക്സാമ്പിൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി തന്നെ കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഇപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 7th മെയിലെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഇന്നലത്തെ കണ്ടിന്യൂഷൻ ആയിട്ട് മാർക്കറ്റ് രാവിലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ ഹ്യൂജ് ഡൗണിൽ ഇറങ്ങി നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ബൈ തന്നിട്ടുണ്ട്. ഈ ബൈ നമുക്ക് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു കൺഫർമേഷൻ ലെവൽസില്ല. അപ്പോൾ ഒരു സ്ട്രോങ് ഡൗൺ അപ് ട്രെൻഡ് അല്ലെന്ന് സോഫ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്തു. അതേപോലെ സെല്ല് വന്നപ്പോഴും നമുക്ക് ആക്ച്വലി കുറച്ചിറങ്ങാൻ നോക്കിയിട്ടും അവിടെ സൈഡ് വേസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് റിവേഴ്സ് പോകുന്ന പോയിന്റിൽ നമുക്ക് കളർ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് റിവേഴ്സ് പോകുന്ന പോയിന്റ് ആണ് ഇത് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, സിമ്പിളാണ് യൂസ് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ പുട്ട് ഓപ്ഷൻ 49,000 മോർണിംഗിൽ സിഗ്നലിൽ വന്നത്, അപ്രോക്സിമേറ്റ് ബ്രേക്ക്ഔട്ട് പോയതും ഈ ഒരു ലെവലിൽ നിന്ന് 330 ബ്രേക്ക് ചെയ്ത് നേരെ 832 വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വന്ന സെല്ല് ആക്ച്വലി കൺഫേം ആയിരുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ അവിടെ ഒരു ബൈ കൺഫേം ആകാത്തത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാനുള്ളൊരു ട്രേഡ് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സെല്ല് വന്നാൽ, ഒരു ബൈ വന്നു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ ബെൽ സൗണ്ടോടുകൂടി ഇങ്ങനെ മെസ്സേജ് അലേർട്ട് കിട്ടും. അതോടൊപ്പം ഡീറ്റെയിൽസ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഏത് സിഗ്നലാണോ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് മെയിലുണ്ടാവും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സെല്ല് വന്നിരിക്കുന്നത് എപ്പോഴാണ്, അതിൻ്റെ എൻട്രി പോയിന്റും അതിൻ്റെ ടൈമിങ്, എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇപ്പോൾ കയ്യിലുണ്ട്, അതേപോലെ തന്നെ ടാർഗറ്റ്സുകൾ. അപ്പോൾ ഇതിൽ സിഗ്നൽ കൺഫേം ആയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ സെല്ല് വന്നിരിക്കുന്നതാണെങ്കിൽ ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും രണ്ട് സെയിം ആയിരിക്കണം. പ്രൈസ് ആൻഡ് സെൽസ് ആണ് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നുള്ളൂ. ഇപ്പോൾ ഇത് ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ എടുക്കാം. പിന്നെ ഡബിൾ കൺഫർമേഷൻ വേണ്ടി സപ്പോർട്ട് ലെവലും കൂടെ ബ്രേക്ക് ചെയ്യുന്ന പോർഷനിൽ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. കാരണം അവിടെ ഡബിൾ കൺഫർമേഷൻ ഉണ്ട്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള റിവേഴ്സൽ ഐഡൻറ്റിഫൈ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ബൈ വന്ന് കൺഫേംഡ് ആകുകയാണെങ്കിൽ കൺഫർമേഷൻ വന്ന ശേഷം റെസിസ്റ്റ് ചെയ്യുന്ന ലെവൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആക്യുറസി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇന്നലത്തെ സെല്ല് ഓൾറെഡി കൺഫേംഡ് ആയിരുന്നു. അപ്പോൾ അത് വന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക്ഔട്ട് പോയി അവിടുന്ന് ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞ ശേഷം ഇന്നും സെയിം അതേ കണ്ടിന്യൂവേഷൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് താഴ്ത്തിറങ്ങി. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് എൻട്രി എടുക്കാറതോ ആ സമയം സോഫ്റ്റ് റീ എൻട്രി സജഷൻ നമുക്കിവിടെ കോർണറിൽ തരും കണ്ടിന്യൂവേഷൻ മാർക്കറ്റിൽ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഡബിൾ കൺഫർമേഷൻ ആണ്. അവിടെ നിന്ന് ധൈര്യമായിട്ട് നമുക്കൊരു പോർഷൻ അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ 48,806 എടുത്ത് അവിടെ നേരെ മാർക്കറ്റ് നമുക്ക് റിവേഴ്സ് പോകുന്നവരെ നമുക്ക് 48,267 വരെ മാർക്കറ്റ് താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഡൗൺ ഇഷ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആക്ച്വലി പുട്ട് ഓപ്ഷൻ എടുത്ത് 49,000 ആണ് ഇന്നത്തെ മണി പ്രകാരം. അപ്പോൾ അതിൽ സിഗ്നൽസ് നമുക്ക് വന്നത് 330 അവിടുന്ന് ബ്രേക്ക്ഔട്ട് നല്ല രീതിയിൽ പോയിട്ട് നല്ലൊരു ഹ്യൂജ് ഹൈക്കാണ് കിട്ടിയത്. നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു ലാസ്റ്റ് വന്ന ബൈ നമുക്ക് സ്കാൽപ്പിങ്ങിൽ അവിടുന്ന് എൻട്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ട്രേഡ് നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് എടുക്കാവുന്നതാണ്. 1 മിനിറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓൾറെഡി നമുക്ക് ബൈ വന്നത് 642 അവിടെ നമുക്ക് ചെറുതായിട്ട് മാർക്കറ്റ് കയറി 790 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹൈക്ക് ചെറുതായിട്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം മിനിറ്റ് വൈസ് ചാർട്ടിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. M1 രാവിലെ ഒരു 11 മണിക്ക് മുമ്പും ക്ലോസിങ്ങിലൊരു നമുക്ക് 1 മണിക്കൂറും 2 മണിക്ക് ശേഷം ഈ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് M1 ചാർട്ടിൽ ഈ ഒരു ബൈ നമുക്ക് 1 മിനിറ്റിൽ അവിടെ കിട്ടിയിട്ടുണ്ട്. M1 നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു ബൈ ഹൈക്ക് നമുക്ക് മാർക്കറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ട്രേഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരു പോർഷൻ അവിടെ നിന്ന് ആ ബൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മിനിറ്റിൽ കണ്ടു അവിടെ ഒരു ബൈയും സെല്ലും പിന്നെ അഗെയിൻ ഒരു ബൈയും വന്നിട്ടുണ്ട്. അപ്പം 2-3 ട്രേഡുകളായി. അപ്പോൾ അതിൽ ബൈ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. നല്ലൊരു ചെറിയൊരു ട്രേഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടാനുള്ള നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്യാനുള്ള നല്ലൊരു ട്രേഡ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ട്രേഡ് അപ്പം ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.